ജെയിംസ് കാമറൂണിന്റെ അവതാർ ഒരു ആഗോള വിസ്മയമായി മാറിയപ്പോൾ മലയാളികൾക്കിടയിൽ ഉയർന്നു വന്ന ഏറ്റവും രസകരമായ ചർച്ചകളിൽ ഒന്നായിരുന്നു 1992 പുറത്തിറങ്ങിയ സിദ്ദിഖ് ലാൽ ചിത്രം വിയറ്റ്നാം കോളനിയുമായുള്ള അതിന്റെ അവിശ്വസനീയമായ സാമ്യം. രണ്ട് സിനിമകളും തമ്മിലുള്ള കഥാപരമായ ഇഴയെടുപ്പം കേവലം യാദൃശ്ചികത എന്നതിലുപരി സിനിമാ ലോകത്തെ ഔട്ട്സൈഡർ ഇൻഫിൽട്രേഷൻ എന്ന തന്ത്രത്തിന്റെ പകർപ്പുകളാണെന്നത് വസ്തുതയാണ്. പാൻഡോറ എന്ന അന്യഗ്രഹത്തിലെയും കേരളത്തിലെ ഒരു സാധാരണ കോളനിയിലെയും പശ്ചാത്തലങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും വൈകാരികവുമായ അടിത്തറ ഒന്ന് തന്നെയാണ്. വിയറ്റ്നാം കോളനിയിൽ നായകൻ കൃഷ്ണമൂർത്തി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഏജന്റായി കോളനി നിവാസികളെ ഒഴിപ്പിക്കാൻ ഒരു എഴുത്തുകാരന്റെ വേഷത്തിൽ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു. അവതാറിൽ ജെയ്ക് സള്ളി എന്ന നായകൻ പാൻഡോറയിലെ നാവികളെ തുരത്താൻ ഒരു അവതാർ രൂപത്തിൽ ആ സമൂഹത്തിലേക്ക് എത്തുന്നു. രണ്ട് നായകന്മാരുടെയും ദൗത്യം ഒന്ന് തന്നെയാണ്: ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയുടെ ലാഭത്തിനായി ഒരു ജനതയെ അവരുടെ മണ്ണിൽ നിന്നും പുറത്താക്കുക. ലാഭകൊതിയും സാധാരണക്കാരുടെ അതിജീവനവും തമ്മിലുള്ള ആ ക്ലാസിക് പോരാട്ടം രണ്ട് സിനിമകളിലും ഒരേപോലെ ദൃശ്യമാണ്. പ്രണയവും അത് നായകനിൽ വരുത്തുന്ന ഹൃദയമാറ്റവുമാണ് രണ്ട് സിനിമകളുടെയും ഗതി മാറ്റുന്നത്. ഉണ്ണിമോളുടെ സ്നേഹം കൃഷ്ണമൂർത്തിയെ തന്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും കോളനിയുടെ കാവലാളാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ, പാൻഡോറയിൽ നെയ്ത്തിരിയുമായുള്ള ബന്ധം ജെയ്ക്കിനെ മനുഷ്യർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നു. സ്വന്തം കരിയർ ലക്ഷ്യമാക്കിയെത്തുന്ന നായകന്മാർ അവസാനം ആ നാടിന്റെ തന്നെ രക്ഷകരായി മാറുന്ന റിഡംഷൻ ആർക്ക് രണ്ട് സിനിമകളും കൃത്യമായി പിന്തുടരുന്നു. വിയറ്റ്നാം കോളനിയിൽ കോളനി നിവാസികളെ ഒന്നിപ്പിച്ച് ഗുണ്ടകളെ നേരിടുമ്പോൾ, അവതാറിൽ ജെയ്ക് സള്ളി പാൻഡോറയിലെ ജീവജാലങ്ങളെ ഒന്നിപ്പിച്ച് ആധുനിക സൈന്യത്തെ നേരിടുന്നു. സാങ്കേതികമായി അവതാർ വിയറ്റ്നാം കോളനിയേക്കാൾ ഏറെ മുന്നിലാണെങ്കിലും ചില ഹാസ്യരംഗങ്ങളിലെ സാമ്യം പോലും കൗതുകകരമാണ്. വിയറ്റ്നാം കോളനിയിൽ റൗത്തറിനെ കണ്ട് മറ്റൊരാൾ ഓടുന്നത് തന്നെ കണ്ട് പേടിച്ചിട്ടാണെന്ന് നായകൻ തെറ്റിദ്ധരിക്കുന്ന അതേ തമാശ അവതാറിലും സമാനമായൊരു സാഹചര്യത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഇത്തരം സാമ്യങ്ങൾ ഒരുപക്ഷെ ആഗോള സിനിമാ ശൈലികളുടെ പൊതുവായ ഉപയോഗമാകാം. ജെയിംസ് കാമറൂൺ തന്റെ തിരക്കഥ 1994 തയ്യാറാക്കിയതാണെന്ന് അവകാശപ്പെടുമ്പോൾ, വിയറ്റ്നാം കോളനി അതിനും 2 വർഷം മുൻപേ മലയാളത്തിൽ റിലീസ് ചെയ്തിരുന്നു. ഈ രണ്ട് സിനിമകളും തെളിയിക്കുന്നത് ഒരേ കാര്യമാണ്: ലോകം എവിടെയായാലും ഭാഷ ഏതായാലും അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെയും സ്നേഹത്തിലൂടെയുള്ള പരിവർത്തനത്തിന്റെയും കഥകൾക്ക് ഒരേ താളമാണ്. ജെയിംസ് കാമറൂൺ മലയാള സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടോ എന്നത് ഇന്നും ഒരു നിഗൂഢതയായി തുടരുമ്പോഴും, പാൻഡോറയേക്കാൾ മുൻപേ ഒരു വിയറ്റ്നാം കോളനി മലയാളികൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു എന്നത് മലയാള സിനിമയുടെ വൈവിധ്യമാർന്ന ഭാവനയുടെ അടയാളമാണ്. സിനിമകൾ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുവാനും ഗെയിംസ് കളിച്ച് റിവാർഡ്സ് നേടുവാനുമായി ഫാൻബെൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നും നിങ്ങളോടൊപ്പം.